നീറ്റ് 2024 അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ നിരവധി മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമാണ് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ശിവൻ സാറിനൊപ്പം കൃത്യമായ മറുപടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായിട്ടാണ് ഞങ്ങളിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം തന്നെ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം കൃത്യമായ ഗൈഡൻസ് നൽകി അവരുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകി ആധികാരികമായി നീറ്റ് 2024 ഒരു തെറ്റും കൂടാതെ എങ്ങനെ സമീപിക്കാം, ഇത് മാത്രമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അപ്പോൾ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 78ാമത് എപ്പിസോഡിൽ ഒരുപാട് മാതാപിതാക്കളും വിദ്യാർത്ഥികളുമാണ് അവരുടെ സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയുമായിട്ടാണ് ശിവൻ സാർ. എനിക്ക് തോന്നുന്നു കർണാടക മെഡിക്കൽ ആപ്ലിക്കേഷൻ ക്ഷണിച്ച ഈ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം അവിടെ റിസർവേഷൻ ഉള്ള കാറ്റഗറി ഉണ്ട്, റിസർവേഷൻ ഇല്ലാത്ത കാറ്റഗറി ഉണ്ട്, സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഉള്ള വിഭാഗങ്ങളുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ പേരും കർണാടക മെഡിക്കൽ ആപ്ലിക്കേഷനോട് ബന്ധപ്പെട്ടാണ് കൂടുതൽ സംശയങ്ങളെന്നുള്ളത് എനിക്ക് തോന്നുന്നു. അതെ, അപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങളിലേക്ക്, ചോദ്യങ്ങളിലേക്ക് തന്നെ ആദ്യം പ്രവേശിക്കാം. ഒന്നാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ വിദേശത്ത് പഠിച്ച വിദ്യാർത്ഥിക്ക് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമോ? പ്ലാനുള്ള കുട്ടി MBBS നേടുന്നതിനായി ഏത് ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങണം? കർണാടക മാനേജ്മെന്റ് സീറ്റിന് ഇയർ ഫ്രീ മാത്രമാണോ ഉള്ളത്? ഉണ്ടെങ്കിൽ എത്രയാണ്? ലാറ്റിൻ കാത്തലിക് കുട്ടിക്ക് സെന്റ് ജോൺസ് കോളേജിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? NCC കാൻഡിഡേറ്റിന് റിസർവേഷൻ ഉണ്ടോ? ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ പേരൻസിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കുമോ? നീറ്റ് ആപ്ലിക്കേഷൻ തുടങ്ങുന്ന ഡേറ്റ് ഏത്? കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് കർണാടക റിസർവേഷൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് ഏതെല്ലാം? ESI മെമ്പറായ ഒരു പേരന്റ് ഇപ്പോൾ പൈസ അടയ്ക്കുന്നില്ല എങ്കിൽ ESI കോട്ടയിൽ അഡ്മിഷൻ കിട്ടുമോ? BSc നഴ്സിംഗിന് എയിംസിൽ യുവതികൾക്ക് മാത്രമാണോ അഡ്മിഷൻ ഉള്ളത്? ACMS ഡൽഹി ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയോ? ആയുർവേദ ആൻഡ് ഹോമിയോപ്പതി എക്സാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ. EW സർട്ടിഫിക്കറ്റ് മുൻകൂട്ടിൽ എടുത്തു വെക്കാൻ സാധിക്കുമോ? കീമിൽ NRI കോട്ടയിലേക്ക് ഇപ്പോഴേ വിദേശത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചു വെക്കാൻ സാധിക്കുമോ? ഫിഷർമാൻ കാറ്റഗറി ആൻഡ് റിസർവേഷൻ, OEC ഇൻകം സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് കൊടുത്താൽ മതിയോ? ശിവൻ സാർ, ആദ്യത്തെ ഒരു ചോദ്യം ഏകദേശം 8 ലൈക്കുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു ഉത്തരം തന്നെയാണത്. ചോദ്യം ഇതാണ് സാർ. ദിസ് ഈസ് ഫോർ എ സ്റ്റുഡൻറ്റ് ഹൂ ഈസ് എ മലയാളി but born and brought up in Karnataka. Can you please explain the fee structure in Karnataka government colleges and private medical colleges? Could you also tell how much mark is required to get seat in Karnataka government college and Karnataka private college? What was the approximate rank number required? ഓക്കെ, അപ്പം നമുക്ക് ഈ വിദ്യാർത്ഥി പറഞ്ഞിരിക്കുന്ന വളരെ കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഡീംഡ് മെഡിക്കൽ കോളേജുകൾ അല്ലാത്ത കോളേജുകൾ സ്ഥിതി ചെയ്യുന്ന ആ സ്റ്റേറ്റിലെ 85% സീറ്റുകളും ആ സ്റ്റേറ്റിലുള്ളവർക്ക് കിട്ടുകയുള്ളൂ. 15% മറ്റുള്ള വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നത്. അപ്പം സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ആർക്കൊക്കെ നേടാമെന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കണം. കേരളത്തിൽ എങ്ങനെ സ്റ്റേറ്റ് കോട്ട കിട്ടും, കർണാടകത്തിൽ എങ്ങനെ സ്റ്റേറ്റ് കോട്ട കിട്ടും, തമിഴ്നാട്ടിൽ എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളതെല്ലാ എപ്പിസോഡുകളിലും പറയുന്നതുമാണ്. അപ്പം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കേരളൈറ്റ് ആണ്. ഒപ്പം തന്നെ അപ്പം അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചതായിരിക്കാം, അതുകൊണ്ടാണ് കേരളൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ 100% സീറ്റുകൾക്കും അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയതായിട്ട് കർണാടക മെഡിക്കൽ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നു. കർണാടകത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഏത് രീതിയിലാണ് ഫീസുകൾ, ഏത് റാങ്കിനാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള ഒരാളെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കർണാടകത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്ക് 75,000 രൂപയാണ് വാർഷിക ഫീസ്. കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ 23,000, 23,000 ഫീസെങ്കിൽ കർണാടകത്തിലെ 24 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെയും 75,000 രൂപയാണ് വാർഷിക ഫീസ്. അവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട്. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 1.25 ലക്ഷം രൂപ, 1.25 lakhs per year ആണ് ഫീസ് കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക്. കർണാടകത്തിൽ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഇല്ലാത്ത നമ്മളെപ്പോലെയുള്ള മറ്റ് പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, കേരളത്തിലുള്ള കുട്ടികൾ പ്രൈവറ്റ് കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 10 ലക്ഷത്തിലധികം, ഏതാണ്ട് 11 ലക്ഷത്തിനടുത്താണ് വാർഷിക ഫീസായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ചോളം അവിടെ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ഗവൺമെൻറ് മേഖലയിൽ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 600 മാർക്കാണ് വേണ്ടത്. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ കേരളൈറ്റ് ആയിട്ടൊരു കുട്ടിക്ക് കിട്ടിയത് എത്രയാണ്? 640 മാർക്കാണെങ്കിൽ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് കർണാടകത്തിൽ കിട്ടാൻ ഏതാണ്ട് 600 മാർക്കിനടുത്താണ് വേണ്ടത്. അവിടെ ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്കറിയാം 610 മാർക്കായിരുന്നു കഴിഞ്ഞ തവണ കിട്ടിയ ലാസ്റ്റ് റാങ്ക്. പിന്നെ റിസർവേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വരും. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും വളരെ ഫീസ് കുറവാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1.25 ലക്ഷം രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. അതുപോലെ തന്നെ ഡീംഡ് കോളേജുകളിൽ അവിടെയെല്ലാം അവർക്ക്
ഫീസ് കുറഞ്ഞു തന്നെ ഡീംഡ് കോളേജുകളിലും 10% സീറ്റുകളുണ്ട്. അവിടെയും ഫീസ് കുറവാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 450 മാർക്കിന് അടുത്ത് വരെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ 450 അത് സ്പോട്ട് അലോട്ട്മെന്റ്, ലാസ്റ്റ് അലോട്ട്മെന്റ്, സ്ട്രേ വേക്കൻസി വരെ വന്നപ്പോഴാണ്. 500 മാർക്ക് വരെ ഉള്ളവർക്കൊക്കെ ഏറ്റവും സേഫ് ആയിട്ട് തന്നെ ഒരു സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ ഫീസ് കുറഞ്ഞ് പഠിക്കാനുള്ള സാഹചര്യം കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള ഈ പറഞ്ഞ രീതിയിൽ, കർണാടകത്തിൽ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ നമുക്കറിയാം പല നിയമങ്ങളുണ്ട്. എ തൊട്ട് എൻ വരെയുള്ള വിവിധ ക്ലോസുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാവർക്കും അവിടുത്തെ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി കിട്ടും. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾക്ക് കിട്ടുന്നത് പ്രൈവറ്റ് സീറ്റുകളാണ്. അതിന് 11 ലക്ഷം രൂപയാകും വാർഷിക ഫീസ്. അതിന് കിട്ടേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 480 മാർക്ക്. 500 മാർക്കാണ് 3ാം ഘട്ടത്തിൽ അവസാനം കിട്ടിയ ഒരു അലോട്ട്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. സർ, അടുത്തൊരു പ്രേക്ഷകൻ കുര്യൻ ബോബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: സാർ, ഐ ആം എ RCSE Christian student. Which certificate should I apply for getting Christian minority quota in self-financing colleges? Minority certificates or caste certificates? ഓക്കെ, അദ്ദേഹം കേരളത്തിന്റെ കാര്യമാണോ കർണാടകത്തിന്റെ കാര്യമാണോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. രണ്ടിടത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പം കർണാടകത്തിൽ സെന്റ് ജോൺസ് പോലുള്ള കോളേജുകളിലാണ് കിട്ടേണ്ടതെങ്കിൽ ബിഷപ്പിന്റെ സർട്ടിഫിക്കറ്റ്, പള്ളിയിൽ നിന്നുള്ള വികാറിന്റെ സർട്ടിഫിക്കറ്റ്, ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ്, സ്റ്റഡി സർട്ടിഫിക്കറ്റ്, സ്കൂളിൽ നിന്ന് ഏത് സ്കൂളിലാണ് 1 മുതൽ 12 വരെ പഠിച്ചെന്നുള്ള ഈ സർട്ടിഫിക്കറ്റുകളാണ് കർണാടകത്തിൽ മൈനോറിറ്റി സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. കേരളത്തിൽ വേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അല്ലെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്. ക്രിസ്ത്യൻ എന്നുള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കേരള മെഡിക്കലിന് അപ്ലോഡ് ചെയ്താൽ, അതായത് കുട്ടിയുടെ TC, കുട്ടിയുടെ 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ്, സ്റ്റേറ്റ് സിലബസ് ആണ്, അതിനകത്ത് ക്രിസ്ത്യൻ എന്നുണ്ട്, അത് മതി. അപ്പം ക്രിസ്ത്യൻ എന്നുള്ള ഏത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും കേരളത്തിൽ മൈനോറിറ്റി കിട്ടും. 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റോ, TCയോ, ഇനി വില്ലേജ് ഓഫീസിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റോ, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ, തഹസീൽദാരുടെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ, ഏത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും കേരളത്തിലെ 7 ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിലും മൈനോറിറ്റി ആയിട്ട് പരിഗണിക്കുകയും ചെയ്യും. അത് കേരള മെഡിക്കലിനാണ് വേണ്ടത്. സർ, അതുപോലെ അജിത എന്ന് പറയുന്ന ഒരു പ്രേക്ഷകരുടെ ഒരു ചോദ്യമാണ്: സർ, ഹൗ മച്ച് റാങ്ക് ഈസ് നീഡഡ് ടു ഗെറ്റ് അഡ്മിഷൻ ടു MBBS ആൻഡ് PDS ഇൻ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്? അതായത് നമുക്ക് ഡീംഡ് മെഡിക്കൽ കോളേജുകൾ ഓൾ ഇന്ത്യ തലത്തിൽ അഡ്മിഷൻ എടുക്കേണ്ട രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് MBBS ഉണ്ട്, BDS. നമുക്ക് 52 ഡീംഡ് കോളേജുകളാണ് MBBSന് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴി നമുക്ക് കിട്ടുന്നത്. അതായത് ഇന്ത്യയിലുള്ള ഈ നീറ്റിന്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം. അവിടെ സ്റ്റേറ്റ് കോട്ട ഒന്നും നോക്കേണ്ട കാര്യമില്ല. നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന മുഴുവൻ കുട്ടികൾക്കും ഈ 85% സീറ്റുകളിലോട്ട് ഓപ്ഷൻ കൊടുക്കാം. 15% അതാത് കോളേജുകളിൽ NRI സീറ്റാണ്. അത് NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അവിടെയും കൊടുക്കാം. അവിടെ ഈ കോളേജുകൾ ഏത് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. അതാണ് ഡീംഡ് കോളേജുകൾ. അവിടെ MBBS ഉണ്ട്, BDS ഉണ്ട്. പക്ഷേ BDS അത്രയും കോളേജുകളിലില്ല. ഏതാണ്ട് 25ഓളം കോളേജുകളിൽ 2000 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. MBBSന് ഡീംഡ് കോളേജുകളിൽ 8000 സീറ്റുകളാണുള്ളത്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താ ഡീംഡ് കോളേജുകളുടെ? ഈ 52 കോളേജുകളിലും പലതരത്തിലുള്ള ഫീസ് സ്ട്രക്ചറുകളാണ്. അപ്പം ഒരു കുട്ടി നോക്കുമ്പം ഫീസ് കുറഞ്ഞ കോളേജുകൾക്കായിരിക്കും ചിലപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. ചില കുട്ടികളോ നല്ല ഫെസിലിറ്റി ഉള്ള, അല്ലെങ്കിൽ അവനവൻ്റെ സ്റ്റേറ്റിലുള്ള കോളേജുകൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം മറ്റ് നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടുന്ന പോലെയോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രൈവറ്റ് കോളേജിൽ കിട്ടുന്ന പോലെയോ നമുക്കൊരു മാർക്കിനെയോ റാങ്കിനെയോ വെച്ച് ഒരിക്കലും ഡീംഡ് കോളേജിനെ ആക്സസ് ചെയ്യാനാവില്ല. അവിടെ ഫീസ് സ്ട്രക്ചർ, ഇത് ഏത് കോളേജ് സ്ഥിതി ചെയ്യുന്നു, അവിടുത്തെ ഫെസിലിറ്റി എന്താണെന്നുള്ളതിനൊക്കെ ഭയങ്കര ഘടകങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഈ നമുക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന, അതായത് മിനിമം ഒരു 130 മാർക്കിനെങ്കിലും 720-130 മാർക്കിനെങ്കിലും മുകളിൽ മേടിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും സീറ്റ് കിട്ടാൻ മാത്രമുള്ള ഡീംഡ് മെഡിക്കൽ കോളേജുകളുണ്ട്. പക്ഷേ ഫീസ് അത്രമാത്രം കൂടുതലായിരിക്കും. അതായത് ഏതാണ്ട് ഇപ്പോഴത്തെ നിലവിലനുസരിച്ച് വാർഷിക ഫീസ് 15 ലക്ഷം മുതൽ 30 ലക്ഷം വരെ വാർഷിക ഫീസ് കൊടുക്കുന്ന 85% സീറ്റുകളാണ് പല ഡീംഡ് കോളേജുകളിലും ഉള്ളത്. അത് ഒരു ഡീംഡ് കോളേജിൽ തന്നെ പല ഫീസ് സ്ട്രക്ചറുകളല്ല. ഒരു ഡീംഡ് ഇപ്പം മണിപ്പാൽ മെഡിക്കൽ കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ 85% സീറ്റുകൾക്കും 18 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അമൃത മെഡിക്കൽ കോളേജ് കൊച്ചി എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ 85%-നും 21 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അപ്പം JSSO, നിറ്റിയോ, പ്രവരോ എടുത്താൽ 20 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അപ്പം കോളേജിനാണ് ഫീസ് സ്ട്രക്ചർ വ്യത്യാസം, അല്ലാതെ ഒരു കോളേജിൽ തന്നെ പല ഫീസുകളല്ല. അപ്പം
നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ എത്രയാണ് എന്നതിനനുസരിച്ചാണ് നമുക്ക് ഡീംഡ് കോളേജുകളിൽ പ്രവേശനം കിട്ടുന്നത്. നമുക്കൊരു 20 ലക്ഷം രൂപ വാർഷിക ഫീസ് ഉള്ള ഒരു ഡീംഡ് കോളേജുകളാണ് കിട്ടേണ്ടതെങ്കിൽ മിനിമം ഒരു 300 മാർക്ക് ഉള്ളെങ്കിൽ പോലും ഉറപ്പായിട്ട് നമുക്ക് പ്രവേശനം കിട്ടും. ഇനി നമുക്ക് 25 ലക്ഷം രൂപയോ 30 ലക്ഷം രൂപയോ വാർഷിക ഫീസായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിലോ 130 മാർക്കുണ്ടെങ്കിലും ഉറപ്പായിട്ട് കിട്ടും. ഇനി NRI സീറ്റുകളുണ്ട്. അവിടെ 35 ലക്ഷവും 40 ലക്ഷവും പെർ ഇയർ കൊടുക്കേണ്ട NRI സീറ്റുകളുള്ള കോളേജുകളുണ്ട്. അവിടെയും ഏറ്റവും മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്രവേശനം കിട്ടും. അപ്പം ലാസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ലാസ്റ്റ് മാർക്ക് എന്നൊരു ഘടന ഇല്ല. പകരം നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടും നമ്മുടെ മാർക്കും അനുസരിച്ചുള്ള ഒരു താരതമ്യ പഠനം മാത്രം മതി. ഇനി ഈ 52 കോളേജുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പോകുന്ന മെഡിക്കൽ കോളേജ് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മണിപ്പാലിന് 2 ക്യാമ്പസാണ്, മണിപ്പാലിലും മംഗലാപുരത്തും. അവിടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 530 മാർക്കിനെങ്കിലും മുകളിൽ വന്നാൽ മാത്രമേ 18 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുക്കുന്ന മണിപ്പാൽ ക്യാമ്പസിൽ നമുക്കൊരു MBBS പ്രവേശനം ലഭിക്കുകയുള്ളൂ. മംഗലാപുരം ക്യാമ്പസിൽ ഏതാണ്ട് 500 മാർക്കിന് മുകളിലെങ്കിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് മംഗലാപുരം ക്യാമ്പസിന്റെ മണിപ്പാൽ അഡ്മിഷൻ നമുക്ക് MBBS പ്രവേശനം ലഭിക്കുകയുള്ളൂ. നമ്മുടെ കൊച്ചി അമൃത മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് 450-460 മാർക്കിന് മുകളിലെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ 21 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുക്കുന്ന അമൃതയിൽ MBBS നമുക്കൊരു നമുക്ക് സീറ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ JSSO, NFOയോ, NITയോ, പ്രവരയോ പോലുള്ള കോളേജുകളൊക്കെ ആണെങ്കിൽ ഒരു 400 മാർക്ക് വരെയുള്ളവർക്ക് ഉറപ്പായിട്ടും 20 ലക്ഷം വാർഷിക ഫീസ് കൊടുക്കുന്ന MBBS സീറ്റ് കിട്ടും. അപ്പം BDS ആണെങ്കിലോ അതും ഇതുകൊണ്ട് ഏതാണ്ട് ഇതേ ഘടനയിൽ തന്നെ പോകും. നമ്മൾ ഫണ്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് നമ്മുടെ മാർക്കിനനുസരിച്ച് നമ്മൾ സാധ്യതകൾ നോക്കി മനസ്സിലാക്കുക. മിനിമം മാർക്കാണെങ്കിൽ പോലും ഉറപ്പായിട്ട് കിട്ടുന്ന സീറ്റുകളാണ് ഡീംഡ് കോളേജുകൾ. പക്ഷേ ഫീസ് വളരെ ഉയർന്നതായിരിക്കും. സാർ, അശോക് കുമാർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകന്റെ ചോദ്യമാണ്. അത് ഒരുപാട് പേര് ലൈക്കും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്: സാർ, പ്ലീസ് കം വിത്ത് വീഡിയോ ഡിസ്ക്രൈബിംഗ് ദ ഡീറ്റെയിൽസ് ടു ഫിൽ കർണാടക മെഡിക്കൽ ആപ്ലിക്കേഷൻ. തീർച്ചയായിട്ടും ഏതൊരു ആപ്ലിക്കേഷനും വന്നു കഴിയുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവറി ലൈനിൽ ഇതെന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. കർണാടകയുടെ തീർച്ചയായിട്ടും ഏറ്റവും ഉടൻ തന്നെ മിക്കവാറും ശനിയോ ഞായറോ തന്നെ അത് ബുള്ളിൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും. അവരുടെ ഓൺലൈൻ പോർട്ടൽ ഇടയ്ക്ക് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. 17-ാം തീയതി വരെ അവർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എറർ ഉള്ളതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാതെ പോയത്. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, ഫീസ് അടയ്ക്കേണ്ടത് എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് കർണാടക മെഡിക്കലിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഏറ്റവും അടുത്ത് തന്നെ ബുള്ളൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സാർ, അതുപോലെ തന്നെ മരിയ ബിനോയ് എന്ന് പറയുന്നൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്: സാർ, സെൻറ് ജോൺസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ 7 വർഷം സ്കൂളിൽ പഠിക്കണമെന്നുണ്ട്. എൻ്റെ മകൾ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ വിദേശത്താണ് പഠിച്ചത്. അതുകൊണ്ട് സെൻറ് ജോൺസിൽ അഡ്മിഷൻ സാധ്യമാകും? അതെ, 2022 മുതൽ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ്, അതായത് ഏറ്റവും അധികം നമ്മുടെ കേരളൈറ്റ്സിനൊക്കെ അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരുന്ന സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ്, ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് 7 ഇയേഴ്സ്, ഏതെങ്കിലും 7 വർഷമല്ല, ലാസ്റ്റ് 7 ഇയേഴ്സ് ഡൊമിസിൽ ഇന്ത്യയിലായിരിക്കണം. കാരണം ഇന്ത്യയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്ക് മാത്രമേ, ഡൊമിസിലായിട്ടുള്ളവർക്ക് മാത്രമേ സെൻറ് ജോൺസിൽ പ്രവേശനം കിട്ടുകയുള്ളൂ. വിദേശത്താണ് 12-ാം ക്ലാസ് വരെ പഠിച്ചതെങ്കിൽ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ മാത്രം പ്രവേശനം കിട്ടുകയില്ല. എന്നാൽ ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ്, രാമയ്യയോ, JJയോ, കെമ്പഗുഡിയോ പോലെയുള്ള കർണാടകത്തിലെ മറ്റു കോളേജുകളിൽ അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. സെൻറ് ജോൺസിൽ കാത്തലിക് വിഭാഗത്തിൻ്റെ സീറ്റിൽ പ്രവേശനം കിട്ടണമെങ്കിൽ ഇന്ത്യൻ ഡൊമിസിൽ ലാസ്റ്റ് 7 ഇയേഴ്സ് ഇന്ത്യൻ ഡൊമിസിലായിരിക്കണം. സാർ, അതുപോലെ തന്നെ വളരെ കരുതലോടുകൂടിയുള്ളൊരു പേരൻ്റാണ്, കുറച്ച് മുൻവിധിയോടുകൂടിയുള്ളൊരു ചോദ്യമാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. MBBS പ്ലാനുള്ളൊരു കുട്ടി ഏത് സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചു തുടങ്ങണം? തീർച്ചയായിട്ടും നമുക്ക് അതിന് മറുപടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വിമർശനങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. നമുക്കറിയാം. കാരണം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒരു രീതിയിൽ നിന്ന് നമ്മൾ ഇത്ര നാളത് 40 വർഷത്തെ ഒരു പരിചയം നമുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഈവൻ 10-ാം ക്ലാസ് വരെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് MBBS എന്നോ ഡോക്ടറെന്നോ എഞ്ചിനീയറിങ്ങോ ആ രീതിയിലുള്ള ഒരു വിഷൻ ആയി കാണാൻ നിർബന്ധമില്ല. ഒരു പക്ഷെ പേരൻസ് ആയിരിക്കാം അങ്ങനെ ആഗ്രഹിക്കുന്നത്. നമ്മൾ പേരൻസ് നമുക്കറിയാം, ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ പോലും എന്തായി തീർക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും അവരെ വളർത്തുന്നത്. അതെന്തുമാവട്ടെ, നമ്മൾ പറയുന്നത്, നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ 6-ാം ക്ലാസ് മുതലുള്ള സയൻസ് വിഷയങ്ങളിലുള്ള നല്ല ഡെപ്തിലുള്ള പഠനമാണ്. പ്രൊഫഷണൽ കോഴ്സുകളിൽ ഏതിലാണെങ്കിലും, അത് എഞ്ചിനീയറിംഗ്, JEE, IIT, NEET ഏതിലാണെങ്കിലും 6-ാം ക്ലാസ് മുതലുള്ള സയൻസിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും പഠനം അവിടെ പ്രത്യേകതയുണ്ട്. മെഡിക്കൽ ആണെന്ന് വിചാരിച്ച് മാത്തമാറ്റിക്സ് ഒഴിവാക്കാനല്ല,
സയൻസും മാത്തമാറ്റിക്സുമാണ് ഏറ്റവും ഡെപ്തിൽ പഠിച്ചു തുടങ്ങേണ്ടത്. നമ്മളുടെ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ആരംഭിക്കുന്നത് 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുകയും സയൻസിൽ നല്ല പ്രാവീണ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം കൊടുക്കും. അവിടെ ഒരിക്കലും നമ്മൾ ഒരു മെഡിക്കൽ സ്ട്രീമെന്നോ എഞ്ചിനീയറിംഗ് സ്ട്രീമെന്നോ അല്ല, സയൻസ് ഏറ്റവും നന്നായിട്ട് പഠിക്കുക 6ാം ക്ലാസ് മുതൽ. എന്നിട്ട് 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും അവർക്ക് കുറേയും കൂടെ ഫോക്കസ്ഡ് ആവും ഏതിലാണ് ചെയ്യേണ്ടതെന്നുള്ളത്. 11ഉം 12ഉം എത്തുമ്പോഴേക്കും എഞ്ചിനീയറിംഗ് വിഭാഗമെന്നും മെഡിക്കൽ വിഭാഗമെന്നും സെപ്പറേറ്റ് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകണം. കാരണം പല കുട്ടികളും ചെയ്യുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എടുത്തിട്ട് ഏറ്റവും നല്ലത് എവിടെ പോകുന്നു, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഒരു പോയിന്റ് ചെയ്യാനായിട്ടാവില്ല. 10ഉം 11ഉം 12ഉം എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിഷൻ നോക്കി സെപ്പറേറ്റ് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. എന്നാലേ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിമർശനം എന്ന് പറഞ്ഞത് സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് ഈ ഒരു വിദ്യാഭ്യാസത്തിന് പുറത്ത് ആ കുട്ടിക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ടാകും. എല്ലാത്തിനുമുള്ള സമയം വേണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവരുടെ കഴിവുകൾ പല കാര്യങ്ങളിലായിരിക്കും. എല്ലാത്തിനുമുള്ള ആവശ്യത്തിന് സമയം കൊടുത്ത് സ്പോർട്സിലും ആർട്സിലും എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുണ്ടോ അതിലെല്ലാം ഒരു കുട്ടിക്ക് വ്യക്തിത്വ വികസനം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ കരിക്കുലം നടക്കേണ്ടത്. പക്ഷേ സയൻസും മാത്സും ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ട് തന്നെയായിരിക്കണം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടത്. ഒരു കാരണവശാലും അവിടെ നമ്മൾ ഫോക്കസ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ 11ഉം 12ലും നമ്മൾ എത്ര ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാലും അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വളരെ ലാഗ് ചെയ്യുന്ന സമയമെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ആന്ധ്ര, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിലും ഇത്രയധികം IIT സെലക്ഷൻ ഉണ്ടാകുന്നത് അവർ 5ാം ക്ലാസ് കഴിയുമ്പോഴേ അതിൽ ഫോക്കസ് ചെയ്ത് അപ്പോൾ മുതൽ 11, 12 വേണ്ടിയിട്ടുള്ള പഠിത്തം തുടങ്ങുകയാണ്. നമ്മൾ സാധാരണ മലയാളികൾ ചിന്തിക്കുന്നത് 12ാം ക്ലാസ്സിന് ശേഷം മാത്രമേ എന്ത് ചെയ്യണം തീരുമാനിക്കുകയുള്ളൂ. വളരെയേറെ നാളത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഇപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ മലയാളികൾ ഈ നാഷണൽ ലെവലുള്ള എൻട്രൻസുകളും സ്ഥാപനങ്ങളെക്കുറിച്ചും ഒക്കെ അവിടെ പഠിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. അടിസ്ഥാന വിദ്യാഭ്യാസം 5ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ സയൻസിന് ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. സയൻസും മാത്തമാറ്റിക്സ് ഒരു കാരണവശാലും ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകരുത്. സയൻസും മാത്സും ഏറ്റവും നല്ല ഡെപ്തിൽ തന്നെ ഒരു 6ാം ക്ലാസ് മുതലെങ്കിലും പഠിച്ചു തുടങ്ങണം. സാർ, അതുപോലെ തന്നെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, നമ്മുടെ കർണാടകയിൽ മാനേജ്മെൻറ്റ് സീറ്റിന് ക്യാഷ് ആകുമോ, ഇയർ ഫീ മാത്രമേ ആകത്തുള്ളൂ, മെറിറ്റ് സീറ്റിൽ കിട്ടിയാലുള്ള കാര്യമാണോ സാർ പറഞ്ഞതെന്ന്? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു എപ്പിസോഡ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ കർണാടകത്തിലുള്ളൊരു കോളേജ് സംബന്ധിച്ച് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. 85% സീറ്റുകളും അവിടെ സ്റ്റേറ്റിലുള്ളവർക്ക് കിട്ടുകയുള്ളൂ. അവിടെ ഫീസാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നമുക്ക് കേരളൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ 15% സീറ്റുകൾക്ക് മാത്രമേ അർഹതയുള്ളൂ. അത് ഗവൺമെൻറ് മേഖലയാണെങ്കിൽ ഇപ്പോൾ KEയിൽ അപ്ലൈ ചെയ്യേണ്ട, പകരം നമ്മൾ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അവിടുത്തെ ഗവൺമെൻറ് മേഖലയിൽ നമുക്ക് 75,000 രൂപ ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് പ്രവേശനം കിട്ടും. ഇപ്പോൾ കർണാടകത്തിൽ അപ്ലൈ ചെയ്യുകയേ വേണ്ട. അവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 15% സീറ്റുകൾക്ക് നമുക്ക് 10 ലക്ഷം രൂപ ഫീസ് ആകും. അവിടെ മെറിറ്റ് എന്നോ മാനേജ്മെന്റ് എന്നല്ല, നമുക്ക് അലോട്ട്മെന്റ് വഴി കിട്ടുന്ന ഫീസ് പ്രൈവറ്റ് സീറ്റ് എന്നാണ് പറയുന്നത്. ആ പ്രൈവറ്റ് സീറ്റിന് 15% കിട്ടുന്നത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക ഫീസാവും. വേറെ ഫീസ് ഒന്നുമില്ല, അതായത് ഡൊണേഷനോ വേറെ പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. 10 ലക്ഷം രൂപ കൊടുക്കണം. പിന്നെ നമുക്ക് അവിടെ ചിലവ് വരും. ഹോസ്റ്റലിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ നമുക്ക് വർഷത്തിൽ ചിലവ് വരുമെന്നല്ലാതെ വേറെ ഹിഡൻ ഫീസുകളൊന്നുമില്ല. ഇനി അവിടെ തന്നെ ക്യൂ സീറ്റ് എന്ന് പറയുന്നുണ്ട്. അതിന് 25 ലക്ഷം രൂപ വാർഷിക ഫീസാണ്. ഇനി അവിടെ NRI സീറ്റ് ഉണ്ട്, 30 ലക്ഷം രൂപ വാർഷിക ഫീസാണ്. അത് നമ്മൾ ഏതൊക്കെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും. സാധാരണ കുട്ടികൾ പ്രൈവറ്റ് സീറ്റ് P സീറ്റ് എന്ന് പറയും, അതിന് 10 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. പ്രേക്ഷകർ ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ട്, ലാറ്റിൻ കാത്തലിക് കുട്ടിക്ക് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഓർ RC only ആണോ? പ്ലീസ് ആൻസർ. നമ്മൾ കാത്തലിക്സ് വിഭാഗത്തിന് ഒരുമിച്ച് തന്നെയാണ്. അവിടെ റോമൻ കാത്തലിക്സ്, ലാറ്റിൻ കാത്തലിക്സ് എന്നില്ല. ലാറ്റിൻ കാത്തലിക്സിനും നമുക്ക് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ സീറ്റ് റിസർവേഷൻ കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാം. ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റും പള്ളിയിൽ നിന്നുള്ള വികാറിൻ്റെ സർട്ടിഫിക്കറ്റും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും അഡീഷണൽ ആയിട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന്, സ്റ്റഡി സർട്ടിഫിക്കറ്റ് 1 മുതൽ 12 വരെ ഏത് സ്കൂളിൽ പഠിച്ചു എന്നുള്ള സ്കൂളിൻ്റെ ലെറ്റർ ഹെഡിലുള്ള സർട്ടിഫിക്കറ്റും നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതിയാകും. സർ, ഹഫ്സിയ എന്ന് പറയുന്നൊരു ആളാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്.
ആൾ NCC ഉണ്ടായിരുന്നു. അപ്പോൾ NCC റിസർവേഷൻ കിട്ടുമോ? നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ജനറൽ എന്ന് തന്നെയാണ് വെക്കേണ്ടത്. നീറ്റും NCC ആയിട്ട് യാതൊരു ബന്ധവുമില്ല. Okay. കേരള മെഡിക്കൽ മാർച്ച് മാസത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് NCCയുടെ സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടോ എന്നൊരു ചോദ്യം വരുന്നത്. നമ്മൾ നോർമലി നമ്മുടെ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ അതിന് വാലിഡിറ്റി അത്രയും, കാരണം എല്ലാവർക്കും അത് കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. പകരം നമുക്കറിയാം ഗവൺമെന്റ് മേഖലയിൽ 2 സീറ്റുകൾ മാത്രമേ MBBSന്, ഗവൺമെന്റ് കോളേജ് 2 സീറ്റാണ് NCCക്ക് ഉള്ളത്. അത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലുകൾ അങ്ങനെ അർഹമാക്കുക. അങ്ങനെ ആ തരത്തിലുള്ള NCCയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് കേരള മെഡിക്കലിന് ഗവൺമെന്റ് തലത്തിൽ 2 സീറ്റുകൾ ലഭ്യമാകുന്നത്. ഓൾ ഇന്ത്യ തലത്തിൽ ഇതിന് സെപ്പറേറ്റ് റിസർവേഷൻ ഇല്ല. സർ, ഒരു പ്രേക്ഷകന്റെ ഒരു ചോദ്യമാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് പേരൻസിന്റെ നെയിം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കീം കൗൺസിലിൽ പ്രശ്നമാകുന്നു. നമുക്ക് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാന സർട്ടിഫിക്കറ്റാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ കുട്ടിയുടെയോ കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ. ഇവിടെ കുട്ടി കേരളത്തിൽ ജനിച്ചാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് അച്ഛൻ്റെ അമ്മയുടെയും പേരിന് സ്പെല്ലിങ്ങിന് വ്യത്യാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് തെറ്റാണ്. അതിന് പകരം എന്ത് ചെയ്യണം? നമുക്ക് ഈ കേരളയുടെ ആപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്രോസ്പെക്ടസിനകത്ത് ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി കറക്റ്റ് ആയിട്ട് കുട്ടിയുടെ 10th മാർക്ക് ലിസ്റ്റിൽ എങ്ങനെയാണോ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, കുട്ടിയുടെ പേര് കിടക്കുന്നത് അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് വില്ലേജ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിച്ച് സീലൊക്കെ ചെയ്യിച്ചിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി അല്ല എങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ ഓൺലൈനായിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം. ഏത് കേസിലാണ്? കുട്ടി കേരളത്തിൽ ജനിച്ച കേസിൽ നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഓൺലൈനായിട്ട് കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും വാലിഡ് ആണ്. സർ, അതുപോലെ തന്നെ ഹന ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. നീറ്റിന്റെ ആപ്ലിക്കേഷൻ എന്നാണ് തുടങ്ങുന്നത്? മാർച്ചിലാണോ? സാധാരണ നമുക്കറിയാം എക്സാം ഡേറ്റിനും 60 ദിവസം മുമ്പെങ്കിലും നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യണമെന്നൊരു നിയമം മാത്രമേ ഉള്ളൂ. ഇത്ര നേരത്തെ വിളിക്കണം അങ്ങനെ ഒന്നുമില്ല. മെയ് 5 ആണെങ്കിൽ 60 ദിവസം മുമ്പെങ്കിലും നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കണം. അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് മാർച്ച് മാസം ആദ്യം ആയിരിക്കണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിക്കാനുള്ള സാധ്യത. അതിന് മുമ്പൊക്കെ, അതായത് കോവിഡ് സാഹചര്യത്തിനൊക്കെ മുമ്പ് ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി അവസാനമൊക്കെ ആപ്ലിക്കേഷൻ വിളിച്ച സമയങ്ങളുണ്ട്. ഈ വർഷത്തെ പ്രത്യേകത എന്താ? ഈ വർഷം ലോക്സഭാ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പം ജനുവരി അവസാനം ലോക്സഭാ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഫെബ്രുവരി പകുതിയോടുകൂടി ആയിരിക്കാം നീറ്റിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും അതിന് പ്രത്യേകിച്ചൊരു സമയമോ അങ്ങനെയൊന്നുമില്ല. സാങ്കേതികമായിട്ട് അവരെല്ലാം തയ്യാറായിട്ടിരിക്കുകയാണ്. ഇനി ഗവൺമെന്റ് തലത്തിൽ നിന്ന് കിട്ടേണ്ട ചില അറിയിപ്പുകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ നോട്ടിഫിക്കേഷൻ ഏത് സമയത്തും പ്രതീക്ഷിക്കാം. അതിന് നമുക്ക് ഏതാണ്ട് 1 മാസത്തോളം തന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് സാവകാശം കിട്ടും. ആദ്യം ചെയ്യണമെന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മളത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന് ധാരാളം സമയം, സമാധാനത്തോടെ ചെയ്യാനുള്ള ധാരാളം സമയം കിട്ടുമെന്നുള്ളത് ഓർമ്മയിലിരിക്കട്ടെ. സർ, സാഹിദ് പുന്നകൽ എന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്. കർണാടകയിൽ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടുന്നതിൽ മലയാളികൾക്ക് കാസർഗോഡ്, ഹോസ്ദുർഗ്, മഞ്ചേശ്വരം താലൂക്കിലുള്ളവർക്ക് മാത്രമാണോ റിസർവേഷൻ ഉള്ളത്, അതോ മറ്റാളുകൾക്കും ഉണ്ടോ? നമ്മൾ പറഞ്ഞു കർണാടകത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 15% ഓൾ ഇന്ത്യ കോട്ട എന്നാണ് പറയുന്നത്. അതിലെല്ലാവർക്കും കിട്ടും. അതിന് പക്ഷേ കർണാടകത്തിൻ്റെ മെഡിക്കലിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഓൾ ഇന്ത്യ കോട്ട വഴി എല്ലാവർക്കും കർണാടകത്തിലെ കോളേജുകൾക്ക് ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്, ഇപ്പം നമ്മൾ വിളിച്ചിരിക്കുന്ന കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ KEAയുടെ ഓൺലൈൻ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ഒരു ഗഡിനാഡ് ടെസ്റ്റ് ഉണ്ട്, ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. ഒന്നുകിൽ 1 മുതൽ 12 വരെയുള്ള അല്ല 1 മുതൽ 10 വരെയുള്ള കാലയളവിൽ കന്നഡ ഐച്ഛിക വിഷയമായിട്ട് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചവർക്കോ, അല്ലെങ്കിൽ കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കിലുള്ളവർക്ക് ഏപ്രിൽ 20 ഒരു ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി എലിജിബിലിറ്റി തെളിയിക്കാമെങ്കിൽ 50 മാർക്കിൽ മിനിമം 15 മാർക്കിന് മുകളിൽ മേടിക്കാമെങ്കിൽ കർണാടകത്തിലെ ഗവൺമെന്റ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമൊക്കെ 25% സീറ്റുകൾക്ക് അർഹതയുണ്ടായിരിക്കും. അത് കേരളത്തിലുള്ള എല്ലാവർക്കും കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതാനാവില്ല. കാസർഗോഡും മഞ്ചേശ്വരം താലൂക്കിലുള്ളവർക്ക് മാത്രമേ 20 പരീക്ഷ എഴുതി ഈ എലിജിബിലിറ്റി സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി നല്ല റാങ്ക് 610-600 മാർക്കിനൊക്കെ മുകളിലുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് കർണാടകത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. സർ, അതുപോലെ തന്നെ അമിയ എന്ന് പറയുന്നൊരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. ESIയിൽ മെമ്പറാണ്, ബട്ട് ഇപ്പോൾ പൈസ അടയ്ക്കുന്നില്ല. IP നമ്പർ ഉണ്ടെങ്കിൽ ESI കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുമോ? നമുക്ക് മെയ് 5 ശേഷമാണ് esic.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് IP സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്.
ആ സമയത്ത് അവർ വ്യക്തമായിട്ട് നിയമം പറയുന്നത് 2023 സെപ്റ്റംബർ 30 മുതൽ ആ 30ന്റെ സാലറിയിലെങ്കിലും ESI കട്ട് ചെയ്തിരിക്കണം. അതും ആ സെപ്റ്റംബർ മുതലുള്ള ലൈവായിട്ടുള്ള മെമ്പർമാർക്ക് മാത്രമേ ESI IP സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അതായത് നമുക്കൊരു ESI കാർഡുണ്ട്, നമുക്കൊരു നമ്പറൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് സാലറിയിൽ ESI കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കിട്ടുകയില്ല. കാരണം ഇത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്, ഓൺലൈനായിട്ടാണ് എല്ലാ വെരിഫിക്കേഷനും. നമ്മൾ ESIയുടെ മെമ്പറാണോ, ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, നമ്മളുടെ അറ്റൻഡൻസ് എങ്ങനെയാണ്, കൃത്യമായിട്ട് നമുക്ക് ഈ നീറ്റ് നടക്കുന്ന ഈ മെയ് മാസത്തിലും നമുക്ക് അറ്റൻഡൻസ് ഉണ്ടോ, അതുപോലെ തന്നെ നമ്മളുടെ ശമ്പളത്തിൽ നിന്ന് ESI കൃത്യമായിട്ട് വിഹിതം കട്ട് ചെയ്യുന്നുണ്ടോ, അത് ESIയുടെ വിഹിതത്തിൽ അടയ്ക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ളതെല്ലാം ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ESI നമ്പർ വെച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വെരിഫിക്കേഷനാണ്. എന്നാൽ മാത്രമേ നമുക്ക് IP സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് 2023 സെപ്റ്റംബർ തൊട്ട് നമ്മൾ ലൈവ് മെമ്പർ ആണെങ്കിൽ മാത്രമേ ESI IP സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അതായത് ആ മാസം മുതലുള്ള എല്ലാ ശമ്പളത്തിലും, അതിപ്പോൾ ജൂലൈ വരെ വേണമെന്നേ ഉള്ളൂ. ജൂലൈ കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ കാലയളവ് മുഴുവൻ ESI മെമ്പർ ആവണമെന്നൊന്നുമില്ല. നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന ജൂലൈ വരെയെങ്കിലും മെമ്പർ ആണെങ്കിൽ, നമ്മുടെ ശമ്പളത്തിൽ ESI കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് IP സർട്ടിഫിക്കറ്റ് ലഭ്യമാകുകയുള്ളൂ. സർ, അതുപോലെ തന്നെ ഒരു പ്രേക്ഷകന്റെ ചോദ്യമാണ്, ഫീമെയിൽ സ്റ്റുഡൻസിന് മാത്രമേ എയിംസിൽ BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ? തീർച്ചയായിട്ടും. ജൂൺ 8 തീയതിയാണ് എയിംസ് BSc നഴ്സിംഗിന്റെ പരീക്ഷ. 1050ഓളം സീറ്റുകളാണ് 16 എയിംസ് മെഡിക്കൽ കോളേജുകളായിട്ടുള്ളത്. അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്. വേറെ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് എയിംസിൽ. അത് ജൂൺ 6 തീയതിയാണ് പരീക്ഷ. അതിന് ആൺകുട്ടികൾക്കും അപേക്ഷിക്കാം. പക്ഷേ എയിംസിൽ നമുക്ക് ഈ UG വിഭാഗത്തിൽ പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. എന്നാൽ അതല്ലാതെ ഇപ്പം നീറ്റിൽ നിന്ന് നമുക്ക് ജിപ്മറിൽ കിട്ടും, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി കിട്ടും, മൗലാനയിൽ കിട്ടും, അല്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ പ്രവേശന പരീക്ഷ വരുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആൺകുട്ടികൾക്ക് കിട്ടും. കർണാടകത്തിൽ ഇപ്പം വിളിച്ചിട്ടുണ്ട് ഓൾറെഡി CET. അപ്പോൾ ആൺകുട്ടികൾക്ക് ബാക്കി എല്ലാ മേഖലകളിലും പ്രവേശനം കിട്ടും. എന്നാൽ മിലിറ്ററി നേഴ്സിങ്ങിനും, നീറ്റ് വഴി എടുക്കുന്ന മിലിറ്ററി നേഴ്സിങ്ങിനും അതുപോലെ എയിംസിലും പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. സർ, അതുപോലെ തന്നെ പ്രദീപ് എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, സർ ACMS ഡൽഹി ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയോ, അത് ഒന്ന് ഇൻഫോം ചെയ്യാമോ? ആർമി മെഡിക്കൽ കോളേജ് ഡൽഹി ഇന്ദ്രപ്രസാദ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. ഇപ്പം ആർമിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ എക്സ് സർവീസ്മെൻമാരായിട്ടിരിക്കുന്നവരുടെ മക്കൾക്കോ ആണ് അവിടുത്തെ MBBS സീറ്റ് പ്രവേശനം കിട്ടുന്നത്. 4.5 lakhs per year ആണ് അവിടുത്തെ MBBSന് ഫീസ്. ഇത് നമുക്ക് AFMC വേറെയുണ്ട്. AFMC മെഡിക്കൽ കോളേജ് പൂനെ വേറെയുണ്ട്. നമുക്കറിയാമല്ലോ, നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് തയ്യാറെടുക്കുകയും AFMC നമ്മൾ ഇംഗ്ലീഷ് ആപ്റ്റ്യൂഡ് ടെസ്റ്റും ഇൻ്റർവ്യൂവും ഒക്കെ നടത്തി AFMCയിൽ കിട്ടുന്ന 145 സീറ്റ്. ഇതല്ല, ആർമി മെഡിക്കൽ കോളേജ് വേറെ തന്നെയുണ്ട്. അതിന് മറ്റേ AFMCയിൽ 1 രൂപ പോലും ട്യൂഷൻ ഫീസ് ഇല്ല എങ്കിൽ ഇവിടെ നമുക്ക് ട്യൂഷൻ ഫീസ് ഉണ്ട്. 4 ലക്ഷം ട്യൂഷൻ ഫീസ് കൊടുത്ത് തന്നെയാണ് പഠിക്കേണ്ടത്. പക്ഷേ വളരെ നന്നായിട്ട് നല്ലൊരു മേഖലയിൽ ഈ ആർമിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് ആർമി മെഡിക്കൽ കോളേജ്. അവിടെ ബോണ്ട് ഇല്ലതാനും. AFMC നമുക്ക് 7 വർഷം നമ്മൾ ബോണ്ട് ചെയ്യണം, പക്ഷേ ചിലവുകളൊന്നുമില്ല. ആർമി മെഡിക്കൽ കോളേജ് അങ്ങനെയല്ല, ട്യൂഷൻ ഫീസ് ഉണ്ട്, പക്ഷേ ബോണ്ടിങ് സിസ്റ്റം ഒന്നുമില്ല. MBBS കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹൗസ് റെൻസിയും PGയും ചെയ്യാൻ സാധിക്കും. ഇനി നീറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയമാകുമ്പോഴാണ് ഇന്ദ്രപ്രസാദ് യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ വരുന്നതും ACMSന് നമ്മൾ സെപ്പറേറ്റ് അപേക്ഷകൾ കൊടുക്കേണ്ടത്. കൃത്യമായിട്ടും ബ്രില്യൻറ്റിൽ നിന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പറയുകയും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ പറഞ്ഞു തരികയും ചെയ്യും. ഈ വർഷം സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപേക്ഷിച്ചാൽ മാത്രം മതിയാകും. ഓപ്ഷൻ കൊടുക്കുന്നത് സെൻട്രലൈസ്ഡ് രീതിയാണ്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ യാതൊരു വിവരങ്ങളും ഇതുവരെ വന്നിട്ടില്ല. എന്താണെന്നാലും ഇങ്ങനെയൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ആർമി, അതുപോലെ തന്നെ ആർമി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മക്കൾക്കും എക്സ് സർവീസ്മെൻമാരുടെ മക്കൾക്കുമാണ് ഈ സീറ്റ് കിട്ടുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 580 മാർക്ക് വരെയുള്ളവർക്കൊക്കെ ഈ മേഖലയിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്തു. സർ, അടുത്തൊരു ചോദ്യം നന്ദന എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയാണ് ചോദിച്ചിരിക്കുന്നത്, ആയുർവേദ ആൻഡ് ഹോമിയോപ്പതി എക്സാമിനെ കുറിച്ചൊന്ന് പറയും. നമുക്കിപ്പോൾ അറിയാം, ഇപ്പം നീറ്റ് നമ്മൾ മെയ് 5 നടക്കുന്ന നീറ്റിൽ നിന്ന് ആയുർവേദത്തിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ആയുർവേദം, സിദ്ധ, യുനാനി എന്നീ 3 കോഴ്സുകൾക്ക് ജൂൺ മാസത്തിൽ സെപ്പറേറ്റ് ഒരു നീറ്റ് നടക്കുമെന്നുള്ളതാണ് ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിലവിലുള്ള നീറ്റിൽ നിന്ന് ഈ 3 കോഴ്സുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഹോമിയോ BHMSനെ ഒഴിവാക്കിയതായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. അത് നീറ്റിൽ നിന്ന് തന്നെയാണ് കേരളത്തിലും ഓൾ ഇന്ത്യ തലത്തിലും പ്രവേശനം കിട്ടുന്നത്. ആയുർവേദത്തിനും സിദ്ധയ്ക്കും യുനാനിക്കുമായിട്ടുള്ള നീറ്റ് ഉണ്ട് എന്നുള്ളതല്ലാതെ ഇതിൻ്റെ സിലബസിനെ കുറിച്ചോ, ഇതൊരു ഓഫ്ലൈൻ എക്സാമാണ്. ഓഫ്ലൈനായിട്ട് OMRൽ തന്നെ എഴുതേണ്ടതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെയായിരിക്കും സബ്ജക്റ്റ്.
എന്നുള്ളതൊക്കെ അല്ലാതെ ഇതിൻ്റെ ഒരു രീതി, ഒരു പാറ്റേണിനെ കുറിച്ചൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഫെബ്രുവരി അവസാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എന്താണെങ്കിലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെയാണ് വരുന്നത്. ഓഫ്ലൈൻ എക്സാം തന്നെയാണെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. സാർ, ഇനി നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ശിവൻ സാറിനൊപ്പം കൃത്യമായ മറുപടി എന്ന് പറയുന്ന പ്രോഗ്രാം കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. അതിൻ്റെ ഇടയിൽ വ്യാഴാഴ്ച അപ്ലോഡ് ചെയ്ത ആ എപ്പിസോഡിന്റെ താഴെ വന്ന കമന്റുകളാണ്. ആദ്യത്തെ കമന്റ് തന്നെ ഏകദേശം 20ഓളം ലൈക്കുകളുണ്ട് ആ ഒരു കമന്റിന്. സാർ, ഇപ്പോൾ EW സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് അറിയാം സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റിയെ കുറിച്ച് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. തീർച്ചയായിട്ടും EW സർട്ടിഫിക്കറ്റോ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റോ ഇപ്പോൾ എടുത്തു വെക്കാം, യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ എടുക്കുന്നതിന് വാലിഡിറ്റി ഉണ്ട്. EWs തന്നെ നമുക്ക് 2 തരത്തിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഒന്ന് സെൻട്രൽ പർപ്പസിനുള്ള ഓൾ ഇന്ത്യ തലത്തിലുള്ള അഡ്മിഷൻ, ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മറിന് വേണ്ടിയിട്ടുള്ള EW സർട്ടിഫിക്കറ്റ്. മറ്റൊന്ന് കേരളത്തിലെ വില്ലേജ് ഓഫീസർ നൽകുന്ന കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്കും അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ആയുർവേദം, വെറ്റിനറി പോലെയുള്ളതിനും കേരളത്തിലെ വില്ലേജ് ഓഫീസർ നൽകുന്ന കീമിൻ്റെ EW സർട്ടിഫിക്കറ്റും. ഇത് രണ്ടെണ്ണം ഉണ്ടെന്ന് ഓർത്തിരിക്കുക. നമ്മൾ EWs എന്ന് പറഞ്ഞാലുള്ളതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അതിൻ്റെ വ്യക്തമായ വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ല കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നുണ്ട്. അപ്പം സർട്ടിഫിക്കറ്റ് ഇപ്പോഴേ എടുത്തു വെക്കാം, വാലിഡ് ആണ്. സാർ, അതുപോലെ തന്നെ അജിത എന്ന് പറഞ്ഞൊരു പ്രേക്ഷക ചോദിച്ചിട്ടുണ്ട്, കേരളത്തിലെയും കർണാടകത്തിലെയും ഒക്കെ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് സാറിന് പറയാമോ? നമുക്ക് കോമൺ ആയിട്ടുള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞാണ്. കാരണം സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഡീംഡ് കോളേജുകളിലാണ് നമുക്ക് പ്രവേശനം നേടുന്നത്. നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് 500 മാർക്ക് അല്ലെ 450, 400 അല്ലെ 200, 100 മാർക്കൊക്കെ കിട്ടുന്ന ആളാണ്. നമുക്ക് ഡീംഡ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നീറ്റ് എക്സാം എഴുതുന്നു. നീറ്റ് എക്സാമിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വരുന്നു. ആ റാങ്കിനനുസരിച്ച് ജൂലൈയിൽ നമ്മൾ mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് ഓപ്ഷൻ കൊടുത്താൽ മതി. ഈ 52 ഡീംഡ് മെഡിക്കൽ കോളേജുകളിലും MBBSനോ BDSനോ നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കോളേജുകൾ, അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എത്രയാണ്, നമ്മുടെ മാർക്ക് എത്രയാണെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് നമുക്ക് കോളേജുകൾ കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, വേറൊരു സ്റ്റേറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. ആകെ നീറ്റിന് അപ്ലൈ ചെയ്തു, ഓൾ ഇന്ത്യ റാങ്ക് വന്നു, MCCയുടെ സൈറ്റ് വഴി ഡീംഡ് കോളേജുകൾക്ക് നമുക്ക് ഓപ്ഷൻ കൊടുക്കുകയും അഡ്മിഷൻ എടുത്ത് പോവുകയും ചെയ്യാം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും മഹാരാഷ്ട്രയിലെയും അല്ലെ ഇന്ത്യയിലുള്ള മൊത്തം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ 15% ഓൾ ഇന്ത്യ കോട്ട കിട്ടാനും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. ഒരു സ്റ്റേറ്റിലും അപ്ലൈ ചെയ്യേണ്ടതില്ല. നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് MCCയുടെ വെബ്സൈറ്റ് വഴി ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയിലും പ്രവേശനം കിട്ടും. 15%-േ ഉള്ളൂ 7000 സീറ്റുകൾക്ക് വേണ്ടിയിട്ട്. മറ്റുള്ള സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പല സംസ്ഥാനങ്ങളിൽ എലിജിബിലിറ്റി ഉണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലാണുള്ള കേരളത്തിൽ മാത്രമായിരിക്കാം എലിജിബിലിറ്റി. അപ്പം ഏതൊക്കെ സ്റ്റേറ്റുകളിൽ എലിജിബിലിറ്റി ഉണ്ടോ ആ സ്റ്റേറ്റ് കോട്ട കിട്ടാനായിട്ട്, ആ റിസർവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല വെബ്സൈറ്റുകൾ വഴി കേരളത്തിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ അപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നത്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലുള്ളതിനോ ഒക്കെ അപ്ലൈ ചെയ്യാൻ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്ത് വെക്കണം. പരീക്ഷയുണ്ടോ? ഇല്ല, പരീക്ഷ നീറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കർണാടകത്തിനെ വിളിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് കർണാടകത്തിൽ കിട്ടാൻ അവിടെ അപ്ലൈ ചെയ്ത് വെക്കണം. കർണാടകത്തിലെ പ്രൈവറ്റ് കോളേജുകളോ മാനേജ്മെൻറ്റ് സീറ്റുകളോ NRI സീറ്റുകളോ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളും അവിടെ അപ്ലൈ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികളും അപ്ലൈ ചെയ്യണം. ഒപ്പം തമിഴ്നാടിൻ്റെ മാനേജ്മെൻറ്റിന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് സെൽഫ് ഫിനാൻസിങ് എത്രയാണ്? 13.5 ലക്ഷം പെർ ഇയർ കൊടുത്ത MBBSന് അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, PSG മെഡിക്കൽ കോളേജുകൾ അതുപോലുള്ള മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് കോട്ടയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. അവിടെയുള്ളവരും അപ്ലൈ ചെയ്യണം. ഒപ്പം നമ്മൾ പ്രൈവറ്റ് സീറ്റിന് നമുക്കും വേണമെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ കൊടുക്കാം. അപ്പം ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ളത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓൾ ഇന്ത്യ തലത്തിലുള്ളൊരു അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം എഴുതിയിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. പക്ഷേ സംസ്ഥാന തലത്തിലുള്ള മാനേജ്മെൻറ്റ് സീറ്റുകളോ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റിക്കോ വേണമെന്നുണ്ടെങ്കിലാണ് അതാത് വെബ്സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതാത് ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നതാണ്. സാർ, ഇതൊരു പേരൻറ്റിൻ്റെ ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് OBC റിസർവേഷന് വേണ്ടിയിട്ട് 8 ലക്ഷത്തിൽ തന്നെ ആവണോ ആനുവൽ ഇൻകം? നിർബന്ധമായിട്ട് 8 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരാൾ ഇഴവയാണ്, മറ്റാൾ മറ്റൊരു കാസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മ മാത്രം ഇഴവയാണെന്നുണ്ടെങ്കിൽ നോൺ ക്രിമിനൽ കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നീറ്റിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവേശനം കിട്ടണമെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ അങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിനലാണ്, സെൻട്രൽ പർപ്പസിനുള്ളതാണ് വേണ്ടത്. അതിന് 2 പേരും നോൺ ക്രിമിനൽ ആണെങ്കിൽ മാത്രമേ കിട്ടാറുള്ളൂ.
നമുക്കതിന് നമുക്ക് തഹസീൽദാരാണ് അതിൻ്റെ അതോറിറ്റി, അവരെന്താണോ പറയുന്നത് അതനുസരിച്ച്. കാരണം അച്ഛൻ ജനറലും കുട്ടി ജനറലും അമ്മ മാത്രം OBC ആണെന്നുണ്ടെങ്കിൽ സാധാരണ തഹസീൽദാർ അത് ഇഷ്യൂ ചെയ്യാറില്ല. എന്നാൽ കേരളത്തിലെ കീമിന് അച്ഛനും അമ്മയും ഏതെങ്കിലും 2 ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അതിൽ കൂടുതൽ റിസർവേഷൻ കിട്ടുന്ന ജാതി ഏതാണോ അത് വില്ലേജ് ഓഫീസർ അങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകിയാൽ നമുക്കത് ക്ലെയിം ചെയ്യാന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. അത് കേരള മെഡിക്കലിന് മാത്രമേ ഉള്ളൂ. അതായത് അച്ഛൻ ജനറലും അമ്മ ഈഴവയുമാണ്. അങ്ങനെയാണെങ്കിൽ വില്ലേജ് ഓഫീസർ നോൺ ക്രിമിനൽ തന്നാൽ നമുക്ക് കേരള മെഡിക്കലിന് നമുക്ക് ആ റിസർവേഷൻ ക്ലെയിം ചെയ്യാന്നുള്ളത് കേരളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ നോൺ ക്രിമിനൽ കിട്ടുന്നതിന് 8 ലക്ഷത്തിൽ തന്നെ ആ താഴെ ആയിരിക്കണോ ഇൻകം സർട്ടിഫിക്കറ്റ് എന്നുള്ള ചോദ്യം. നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തല്ല ഒരിക്കലും നോൺ ക്രിമിനൽ തഹസീൽദാരോ വില്ലേജ് ഓഫീസറോ തരുന്നത്. അതൊരു സ്റ്റാറ്റസ് ആണ്. സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണോ എന്നുള്ളതൊരു സമൂഹം, നമ്മൾ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ് നോൺ ക്രിമിനൽ തരുവോ തരണ്ടയോ എന്നുള്ളത് തഹസീൽദാരോ വില്ലേജ് ഓഫീസറോ തീരുമാനിക്കുന്നത്. പക്ഷേ അവരാണ് അതിൻ്റെ അതോറിറ്റി. ഇപ്പം സുപ്രീം കോടതിയിൽ നമ്മളൊരു കേസ് കൊടുത്താൽ പോലും സുപ്രീം കോടതിക്ക് പറയാൻ കഴിയുന്നത് ഇതൊന്ന് പരിശോധിക്കണം, വില്ലേജ് ഓഫീസറോട് ഇതൊന്ന് പരിശോധിക്കണം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് തരേണ്ടത് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ സെൻട്രൽ പർപ്പസിന് തഹസീൽദാരാണ് തരേണ്ടത്. അതിൽ 8 ലക്ഷം എന്നുള്ളതല്ല, അവർ ഏത് രീതിയിലാണ് ഇവിടെ സമൂഹത്തിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിന് ധാരാളം നിയമങ്ങളുണ്ട്. ഇപ്പോൾ ക്ലാസ് 1 ജീവനക്കാരാണ് കിട്ടുകയില്ല, 35 വയസ്സിന് മുമ്പ് ക്ലാസ് 2 ആയതാണെങ്കിൽ കിട്ടുകയില്ല. അല്ലാത്ത 95% വിഭാഗങ്ങളും ഇത് കിട്ടാനുള്ള അർഹതയുണ്ട്. എന്ന് വെച്ച് നമുക്ക് നമ്മുടെ ലാസ്റ്റ് 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. വിദേശത്താണെന്നുണ്ടെങ്കിൽ അവരുടെ ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഒരു തഹസീൽദാർ പലവിധ ഘടകങ്ങൾ നോക്കിയാണ് ഇവരുടെ ജീവിത നിലവാരം മനസ്സിലാക്കുന്നത്. അപ്പം അച്ഛനും അമ്മയ്ക്കും 2 പേർക്കും ഒരു ഗവൺമെൻറ് ജോലിയുണ്ട്. അവർക്ക് 2 പേരുടെയും കൂടെ മൊത്തം ശമ്പളം എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 12 ലക്ഷം ആയിരിക്കാം. പക്ഷേ അവർ ഒരു സാമ്പത്തിക വർഷം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ സ്വരൂപിക്കുന്ന എമൗണ്ട് 8 ലക്ഷത്തിൽ താഴെയാണ് ചിലപ്പോൾ ആ വില്ലേജ് ഓഫീസർ തരും, അല്ലെ തഹസീൽദാർ തരും. അത് തീരുമാനിക്കേണ്ടത് അവരാണ്. അപ്പം നമുക്കിതിന് അർഹതയുണ്ടോ ഇല്ലോ എന്നുള്ളത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് മനസ്സിലാക്കേണ്ടത്. സർ, അതുപോലെ വിദേശത്ത് നിന്നുള്ളൊരു പ്രേക്ഷക ഒരു മാതാവിൻ്റെ ചോദ്യമാണ്. കീമിൽ NRI കോട്ടയിൽ അപേക്ഷിക്കാൻ ഇപ്പോൾ വിദേശത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ച് വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കീമിൽ ആപ്ലിക്കേഷൻ വരണമെന്ന് കമ്പൽസറി അല്ലല്ലോ. നമുക്കറിയാം നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നു. അതുപോലെ തന്നെ മാർച്ച് മാസത്തിൽ കേരള മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നു. കേരളത്തിൽ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് NRI സീറ്റുള്ളത്. ഗവൺമെൻറ് മേഖലയിൽ NRI സീറ്റുകളില്ല. നമുക്ക് കേരളത്തിലെ ഈ 19 മെഡിക്കൽ കോളേജിലും 21 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ് NRI സീറ്റിന്. നോർമൽ ഫീസ് നമുക്കറിയാം 7.5 lakhs പെർ ഇയർ ആണ്. അപ്പോൾ കേരളത്തിലെ ഒരു സ്വകാര്യ മേഖലയിലുള്ള NRI സീറ്റാണ് നമ്മൾ ഈ ആപ്ലിക്കൻ്റ് നോക്കുന്നതെങ്കിൽ നീറ്റിന് നമ്മൾ ജനറൽ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്താൽ മതി. കേരള മെഡിക്കൽ കീമിന് മാർച്ചിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് NRI സർട്ടിഫിക്കറ്റുകൾ വേണ്ടത്. ഇതിന് ഇപ്പോഴേ മേടിച്ചു വെക്കുന്നുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. ആകെ നിയമം എന്താണുള്ളത്? വിസ 2024 ഡിസംബർ 31 വരെ വാലിഡ് ആയിരിക്കണം. നമ്മുടെ NRI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അഫിഡേവിറ്റ് വിദേശത്തു നിന്ന് തയ്യാറാക്കിയതോ ഇവിടെ നിന്ന് നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തായിരിക്കണം. റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമേ ഇത് തയ്യാറാക്കുന്നൊരു നിബന്ധനയില്ല. ഇപ്പോഴേ തയ്യാറാക്കി വെക്കാം. അങ്ങനെ കേരള മെഡിക്കലിന് നമ്മൾ NRI ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും മെയ് 5-ാം തീയതി നമുക്ക് നീറ്റിന് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സീറ്റുകൾക്ക് മാത്രം അപേക്ഷ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റും 7.5 ലക്ഷത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ്ങിലും മാത്രം ഓപ്ഷൻ കൊടുത്താൽ മതി. നമ്മളൊരു ബാക്കപ്പ് ആയിട്ട് നമുക്ക് ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖലയിലെ 7.5 ലക്ഷത്തിൻ്റെയും സീറ്റ് കിട്ടിയില്ലെങ്കിലും ഒരു NRI സീറ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യണം. NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് NRI സീറ്റ് മാത്രമല്ല കിട്ടുന്നത്, അർഹതയുള്ള എല്ലാ സീറ്റുകൾക്കും നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് എടുക്കാനായിട്ട് സാധിക്കും. സർ, അതുപോലെ തന്നെ ഒരു പ്രേക്ഷകന്റെ ചോദ്യമാണ്. സർ, പ്ലീസ് മേക്ക് എ ഡീറ്റെയിൽഡ് വീഡിയോ ഓൺ സെൽഫ് ഫിനാൻസ് MBBS കട്ട് ഓഫ് ആൻഡ് മൈനോറിറ്റി മാർക്സ് നീഡഡ് ആൻഡ് ഓൾ വീഡിയോ. വി വിൽ ബി ഹൈലി ഗ്രേറ്റ് ഓഫ് യു ഇഫ് യു കുഡ് ഡു ഇറ്റ്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് കേരളത്തിലെ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഓരോ കാറ്റഗറിക്കും എത്ര മാർക്ക് വരെ അല്ലെ എത്ര റാങ്ക് വരെയാണ് പ്രവേശനം കിട്ടിയത്, മൈനോറിറ്റിക്ക് എത്രയാണ് കിട്ടിയത്, NRIക്ക് എത്ര സീറ്റാണ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത് തന്നെ കേരളത്തിലെ ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ കേരളത്തിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓരോ റിസർവേഷൻ്റെയും ഗവൺമെൻറ് മേഖലയുടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വകാര്യ മേഖലയുടെയും ഈ ജനുവരി മാസത്തിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. സർ, ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, നമ്മൾ കേരള മെഡിക്കലിന് കീമിന് അപ്ലൈ ചെയ്യുമ്പോഴാണ്
ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ എന്ന് പറയുന്ന ആ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളത്. ഇത് 2 രീതിയിലുണ്ട്. ഒന്ന് CF എന്ന് പറയുന്ന ഒരു കോഡ് വെച്ച് വരുന്നത്, അതായത് ഫിഷറീസ് എന്ന് പറയുന്ന കോഴ്സ്, ആ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പം അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഫിഷറീസ് അങ്ങനെ പല കോഴ്സുകളുണ്ടല്ലോ. അപ്പം രജിസ്റ്റേർഡ് ഫിഷർമാൻ ആണെങ്കിൽ അവരുടെ മക്കൾക്ക് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഫിഷർമാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് തരികയാണെങ്കിൽ, അതായത് മത്സ്യബന്ധനത്തിൽ നിന്നല്ലാതെയുള്ള വാർഷിക വരുമാനം 12,000 താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ CF എന്ന് പറയുന്ന സീറ്റിൽ ഫിഷറീസ് എന്നുള്ള സീറ്റ് നമുക്ക് കിട്ടും. വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത്. അത് ഫിഷറീസ് എന്ന് പറയുന്ന ഒരു കോഴ്സിന് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ രജിസ്റ്റേർഡ് ഫിഷർമാൻ ആണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് നൽകേണ്ടതാണ്. അങ്ങനെ രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ഏത് കോഴ്സാണെങ്കിലും, MBBS ആണെങ്കിലും BDS ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും നമ്മൾ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ഇത് രണ്ടും 2 സർട്ടിഫിക്കറ്റാണ്. രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് വാല്യൂ. അത് അപ്ലോഡ് ചെയ്താൽ എല്ലാ കോഴ്സുകൾക്കും അത് ബാധകമാണ്. ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. സർ, അതുപോലെ തന്നെ മീനുപ്രിയ എന്ന് പറയുന്നൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. സർ, ഐ ബിലോങ്സ് ടു SC കാറ്റഗറി ആൻഡ് ഐ ഹാവ് the caste certificate from 2022. Can I use this certificate to apply for KEAM or should I take new certificate? തീർച്ചയായിട്ടും നമുക്ക് SC സർട്ടിഫിക്കറ്റും ST സർട്ടിഫിക്കറ്റും തഹസീൽദാർ തരുന്നതിന് 3 വർഷത്തെ വാലിഡിറ്റി ഉള്ളത്. നോൺ ക്രിമിലെയറിന് നമുക്കറിയാം 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. ഇൻകം സർട്ടിഫിക്കറ്റിന് 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. എന്നാൽ SC ST സർട്ടിഫിക്കറ്റിന് 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. 2022 എടുത്തത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. സർ, അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള ഒരു പ്രവാസിയുടെ ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് ചോദ്യം. അബ്രോഡാണ് ജനിച്ചത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ, ഡോക്യുമെന്റ്സ്? തീർച്ചയായിട്ടും നമുക്ക് കേരള മെഡിക്കലിനാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടതെന്ന് പറഞ്ഞു. നേറ്റിവിറ്റി കേരള മെഡിക്കലിന് വേണ്ടതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചു എന്നുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. കുട്ടി കേരളത്തിൽ ജനിച്ചതാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ വില്ലേജ് ഓഫീസിൽ നിന്ന് നേരിട്ട് മേടിച്ച് കിട്ടുന്ന സർട്ടിഫിക്കറ്റോ അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള ഓൺലൈനായിട്ടുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കുട്ടി വിദേശത്താണ് ജനിച്ചതെങ്കിൽ ഒരു കാരണവശാലും അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യരുത്. പകരം അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്നുള്ളതിന് നമുക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ പാസ്പോർട്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഒപ്പം കുട്ടിയായിട്ട് ബന്ധം കാണിക്കാനായിട്ട് കുട്ടിയുടെ പാസ്പോർട്ടോ കുട്ടിയുടെ 10th ആരുടെങ്കിലും ഒരാളുടെ മതി. അച്ഛൻ്റെ പാസ്പോർട്ടും കുട്ടിയുടെ പാസ്പോർട്ടും ഒരുമിച്ച് വെച്ചാൽ നേറ്റിവിറ്റി ആയി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കേരളയുടെ ആപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ അതിനകത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചു എന്ന് വില്ലേജ് ഓഫീസറെ കൊണ്ട് എഴുതി സീല് ചെയ്യിച്ച് അപ്ലോഡ് ചെയ്താലും കേരളത്തിൽ എലിജിബിലിറ്റി ആവും. അപ്പം അച്ഛൻ, അമ്മ അല്ലെങ്കിൽ കുട്ടി ഇവരിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചു എന്ന് പറയുന്നതാണ് കേരളത്തിന്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. സർ, അതുപോലെ തന്നെ പ്രജില KV എന്ന് പറയുന്ന ഒരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. OEC ഇൻകം സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് കൊടുത്താൽ മതി? കേരള മെഡിക്കലിനാണ് നമുക്ക് ഈ OEC റിസർവേഷൻ, അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന റിസർവേഷൻ വരുന്നത്. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗം അങ്ങനെയുള്ള വിഭാഗത്തിനാണ് ഈ റിസർവേഷൻ കിട്ടുന്നത്. അതായത് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും 1 രൂപ പോലും ട്യൂഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് OECയുടെ പ്രത്യേകത. ആ വിഭാഗക്കാർ കേരള മെഡിക്കലിന് അപേക്ഷിക്കുമ്പോൾ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും 6 ലക്ഷത്തിൽ താഴെയുള്ള ഇൻകം സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ടും അപേക്ഷിക്കുന്ന മാർച്ച് മാസത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നമുക്ക് 6 ലക്ഷത്തിന് മുകളിലാണ് ഇൻകമെങ്കിൽ OEC എന്നുള്ള കാറ്റഗറിയിൽ വരികയില്ല. പകരം നോൺ ക്രിമിലെയറിനനുസരിച്ച് നമുക്ക് OBC സീറ്റ് കിട്ടും. പക്ഷേ നമ്മൾ ട്യൂഷൻ ഫീസ് 23,000 രൂപ ഗവൺമെൻറ് മേഖലയിലും 7.5 ലക്ഷം രൂപ സെൽഫ് ഫിനാൻസിങ് മേഖലയിലും അടയ്ക്കേണ്ടതായിട്ട് വരും. 6 ലക്ഷത്തിൽ താഴെയുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് ട്യൂഷൻ ഫീസ് ഒഴിവാക്കുകയും ചെയ്യും. അപേക്ഷിക്കുമ്പോൾ തന്നെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും ഇൻകം സർട്ടിഫിക്കറ്റും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ശിവൻ സാറിനൊപ്പം കൃത്യമായ മറുപടി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ കമൻറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. സാർ സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും
നിരവധി പ്രേക്ഷകരാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനിടയിൽ കമൻറ്റ് ചെയ്യുന്നത്. മാതാപിതാക്കൾക്ക് വിദ്യാർത്ഥികൾ അവരുടെ കുട്ടികളോടുള്ള ഒരു കരുതലും കൂടെയാണെന്ന് നമുക്ക് ഈ ഒരു കമൻറ്റുകളിലൂടെ പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി വരുന്ന ഈ ഞായറാഴ്ച വരുന്ന ശിവൻ സാറിനൊപ്പം, അതായത് 79ാമത് ശിവൻ സാറിനൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഇടയിൽ എപ്പിസോഡ് കണ്ടതിന് ശേഷം, പൂർണ്ണമായും എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റുകൾക്ക് കൃത്യമായ ഉത്തരം നൽകി ആധികാരികമായി തന്നെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും നീറ്റ് 2024 സമീപിക്കാവുന്ന രീതിയിൽ വളരെ ലളിതമായി ശിവൻ സാർ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും ഒക്കെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.